ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നാൽ എന്താണെന്നാണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ഗുഡ് ഈവനിങ് ഓൾ, ഒരിക്കൽ കൂടി സ്വാഗതം. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പ്രാക്ടിക്കൽ ലൈഫിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ലെജിസ്ലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ലോ എന്നാണ് അതിന്റെ അർത്ഥം. പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെയാണ് ലെജിസ്ലേഷൻ, ലോ എന്ന് പറയുന്നത്. ഡെലിഗേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൈമാറപ്പെട്ടത്. ഐ ഹാവ് ഡെലിഗേറ്റഡ് മൈ പവർ ടു ദാറ്റ് പേഴ്സൺ. ഞാൻ എന്റെ അധികാരം മറ്റേ കൈമാറി. അപ്പൊ ഡെലിഗേറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കൈമാറപ്പെട്ടത്. അപ്പൊ കൈമാറപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം, നിയമം ഉണ്ടാക്കാനുള്ള അധികാരം എപ്പോഴും ആർക്കായിരിക്കും? പാർലമെന്റിനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾക്കുമാണ്. ലെജിസ്ലേറ്റീവ് ബോഡീസിനാണ് എപ്പോഴും നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഉള്ളത്. ആ വിഷയത്തിൽ ആർക്കും തർക്കമില്ല അല്ലേ? അവരുണ്ടാക്കുന്ന നിയമങ്ങളെ ലെജിസ്ലേഷൻ എന്നാണ് വിളിക്കുക. പക്ഷെ ഒറിജിനലി അവര് മാത്രമാണോ നിയമം ഉണ്ടാക്കുന്നത്? അവര് മാത്രം ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണോ നമ്മൾ ലോ എന്ന് വിളിക്കുന്നത്? അല്ല, അല്ലാതെയും നിയമങ്ങൾ ഉണ്ടാകാറുണ്ട്. യെസ്, ആ നിയമങ്ങളെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുക. ഒറിജിനലി ലെജിസ്ലേറ്റീവ് ബോഡീസ് ആണ് നിയമം ഉണ്ടാക്കേണ്ടത്. സർട്ടൈൻ സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും? ലെജിസ്ലേറ്റീവ് ബോഡീസ് ലോ ഉണ്ടാക്കാനുള്ള അധികാരം ചില എക്സിക്യൂട്ടീവ് ബോഡികൾക്ക് കൈമാറി കൊടുക്കും. ഉണ്ടാക്കാനുള്ള അധികാരം നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ലെജിസ്ലേറ്റീവ് പാർലമെന്റോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ബോഡിക്ക് അധികാരം കൈമാറി കൊടുക്കും. കൈമാറി കിട്ടിയ അധികാരം ഉപയോഗിച്ചിട്ട് ആ ഒരു ബോഡി ഒരു ലോ ഉണ്ടാക്കിയാൽ ആ ലോയിന്റെ പേരാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അതായത് ലോ ഉണ്ടാക്കാനുള്ള അധികാരം കൈമാറി കിട്ടിയത്, അത് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ലെജിസ്ലേഷൻ. Delegated legislation refers to laws or regulations created by bodies other than the primary legislative body. ഒറിജിനലി ലോ ഉണ്ടാക്കേണ്ട പാർലമെന്റ് പോലെയുള്ള ബോഡീസ് അല്ലാതെ അവര് കൈമാറി കൊടുത്തുകൊണ്ട് ബട്ട് ഓതറൈസ്ഡ് ബൈ ദം. കണ്ടില്ലേ? അവര് ഓതറൈസേഷൻ നൽകപ്പെട്ടിട്ടുള്ള, അവര് കൈമാറി കൊടുത്തിട്ടുള്ള മറ്റേതെങ്കിലും ബോഡീസ് ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുക. This type of legislation is also known as secondary legislation or subordinate legislation. ഇങ്ങനെയുള്ള ലെജിസ്ലേഷനെ സെക്കൻഡറി ലെജിസ്ലേഷൻ എന്നും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ മറ്റൊരു നാമമാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നുള്ളത്, മറ്റൊരു നാമമാണ് സെക്കൻഡറി ലെജിസ്ലേഷൻ എന്നുള്ളത്. രണ്ടും ഒരേ സംഭവമാണ്. അധികാരം കൈമാറപ്പെട്ടതിന് ശേഷം കിട്ടിയ ബോഡി എന്ത് ചെയ്യുക? ആ ഒരു അധികാരം ഉപയോഗിച്ച് ലോ മേക്ക് ചെയ്യുന്നതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾസ് ഓഫ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ അകത്ത് എന്തൊക്കെ വരും? സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റുകൾ വരും, എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വരും, റെഗുലേഷൻസ് വരും, ബൈലോ വരും, ഓർഡേഴ്സ് ഇൻ കൗൺസിൽ വരും. ഇതെല്ലാം ഓരോ തരത്തിലുള്ള നിയമങ്ങളാണ്. ഇത് ശരിക്കും പാർലമെന്റിൽ പാസ്സാക്കിയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ പാസ്സാക്കിയ നിയമങ്ങളല്ല. പക്ഷേ ഇത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനിലൂടെ ഡെലിഗേറ്റഡ് ബോഡീസ് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അതിൽ ഒന്നാമത്തതിന്റെ എക്സാമ്പിൾ ആണ്, ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ്. ഇതൊരു ലോ ആണ്. റെഗുലേഷൻ മെയ്ഡ് ബൈ മിനിസ്റ്റർ. അതെ, ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റോ മിനിസ്റ്ററോ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്ന ലോയിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുക. ശരിക്കും ലോ ഉണ്ടാക്കേണ്ടത് മിനിസ്റ്റർ മാത്രമേ ഇരുന്നിട്ടാണോ? അല്ലല്ലോ. സെഷൻ കൂടിയിട്ട് സഭയിലെ എല്ലാ മെമ്പേഴ്സും കൂടിയല്ലേ ലോ പാസ്സാക്കേണ്ടത്. അപ്പൊ മിനിസ്റ്റർ മാത്രം ഏതെങ്കിലും സർട്ടൈൻ സിറ്റുവേഷൻസിൽ റൂൾ ഉണ്ടാക്കിയാൽ ആ റൂളിന്റെ പേര് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ് എന്നായിരിക്കും. ആ റൂൾ ഒരു ലോ ആണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നാണ് അതിനെ വിളിക്കുക. എക്സിക്യൂട്ടീവ് ഓർഡറുകൾ. ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ പ്രസിഡന്റ് ഓർ ഗവർണർ ടു ഇംപ്ലിമെന്റ് പോളിസീസ് ഓർ ലോ. ചില സമയങ്ങളിൽ പ്രസിഡന്റും ഗവർണറും അടിയന്തരമായ അവസ്ഥകളിൽ ചില പ്രഖ്യാപനങ്ങളും നിയമങ്ങളും നടത്താറുണ്ട്. അങ്ങനെയുള്ള ഓർഡറുകൾ കളക്ടർമാരും നാളെ മുതൽ ക്വാറന്റൈൻ റൂൾ വന്നു വിചാരിക്കുക. നാളെ മുതൽ എല്ലാവരും എന്ത് ചെയ്യണം? വീട്ടിലിരിക്കണം, പുറത്തിറങ്ങാതിരിക്കണം. ഇത് പാർലമെന്റ് കൂടി ചേർന്നുണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഇത് എക്സിക്യൂട്ടീവ് ബോഡീസ് അടിയന്തരമായ സമയത്ത് പ്രഖ്യാപിക്കുന്ന നിയമങ്ങളാണ്. എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഓർഡറുകളും ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ്. അതൊരു നിയമമാണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ അത് പാർലമെന്റ് പാസ്സാക്കിയതാണോ എന്ന് വെച്ചാൽ അല്ല. അവര് കൊടുത്തിട്ടുള്ള കൈമാറിയിട്ടുള്ള അധികാരം ഉപയോഗിച്ചിട്ട് ഈ ബോഡീസ് മേക്ക് ചെയ്തേക്കുന്ന ലോ ആണത്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് ആണ്. റെഗുലേഷൻസ്, റൂൾസ് ക്രിയേറ്റഡ് ബൈ ഗവൺമെന്റ് ഏജൻസീസ്. മറ്റേതെങ്കിലും ഗവൺമെന്റിന്റെ ഏജന്റുകൾ ഉണ്ടാക്കുന്ന റൂളിനെയാണ് റെഗുലേഷൻ എന്ന് പറയുക. ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ ലോസ് ക്രിയേറ്റഡ് ബൈ മുനിസിപ്പാലിറ്റീസ്. മുനിസിപ്പാലിറ്റി, ലോക്കൽ ഗവൺമെന്റ്, പഞ്ചായത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ലോയിനെയാണ് എന്തെന്ന് പറയുക? ബൈലോ എന്ന് വിളിക്കുക. ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്ന് പറയുന്നത് റെഗുലേഷൻസ് മെയ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓർ മൊണാർക്ക് ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ എമർജൻസി. എമർജൻസി സിറ്റുവേഷൻസിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന, അവസാന നിമിഷങ്ങളിലായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളെയാണ് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ എന്നൊക്കെ വിളിക്കുക.
അപ്പൊ ഈ ഓർഡിനൻസ് ഇൻ കൗൺസിൽസ് ആണെങ്കിലും ബൈലോ ആണെങ്കിലും റെഗുലേഷൻ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ഓർഡർ ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഇതെല്ലാം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം ഒറിജിനലി നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കോ ആയിരുന്നെങ്കിൽ പോലും അവരാണ് സെക്കൻഡ് ബോഡിക്ക് കൈമാറി കൊടുത്തത്. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ബോഡി ഇങ്ങനെ ലോ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മേക്ക് ചെയ്യുന്ന ലോയിനെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, കൈമാറി കിട്ടിയ അധികാരം ഉപയോഗിച്ചുണ്ടാക്കിയ നിയമം എന്ന് വിളിക്കപ്പെടുന്നത്. സോ ഈ ഒരു കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ സഹിതം ഇതിന്റെ സെക്കൻഡറി നെയിമും സെക്കൻഡറി ലെജിസ്ലേഷൻ എന്ന പേരും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന പേരും കൂടി ഉൾപ്പെടുത്തി അടിപൊളിയായിട്ട് എഴുതി കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.